അതാണ് എൻ്റെ ആഗ്രഹം. അവളെ പിടിച്ച് അതിന് തക്ക ഇത് കൊടുക്കണം. ഇനി ആരും ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല. അത്ര വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ നിൽക്കണമെന്ന് 4 ദിവസം എൻ്റെ കുട്ടീൻ്റെ മുഖം ഞാൻ കണ്ടിട്ട്. ആ ഒരു കുട്ടിയാണ് എനിക്കുള്ളത്. ഒന്നും ഒരു പാവം കുട്ടിയാണ്. ഒരാളോട് ഒരു ചീത്ത തരത്തിന് എൻ്റെ ഇതുവരെയായിട്ട് പോയിട്ടില്ല. ഈ പോകില്ലാന്നും എനിക്കറിയാം. എല്ലാവരും അവനെ അറിയണവരും എന്നെ അറിയണവരും. ഞാൻ തളിയമ്പലത്തിലെ മെമ്പറാണ്, വെടിയും മെമ്പറാണ്. എല്ലാവർക്കും അറിയാം എൻ്റെ മോൻ്റെ. ഞാൻ അവിടെ പോയി അവനെ വിളിക്കാൻ വരിക. അവിടെയുള്ള ആൾക്കാർ ഇതപ്പോൾ പോയതും കൂടി തളിയമ്പലത്തിലെ ആൾക്കാർ അവരൊക്കെ ഷോക്കായി പോയി കേട്ടോ. എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവമേ ഇല്ല. അമ്മനെയും അച്ഛനെ എന്താ വിട്ട് എൻ്റെ മോനെ സഹിക്കാൻ പറ്റാതെ അതിനെ കൊണ്ട് പോയതാ. അല്ലാതെ അമ്മനെ അച്ഛനിട്ട് എൻ്റെ മോൻ പോവില്ല. എനിക്കറിയാം. എന്താ പറയാ, അങ്ങനെ പോലീസിന്റെ ഇതാണല്ലോ. ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസ് അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരാണല്ലോ നോക്കുക. അതിന് കോടതി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങളിപ്പോൾ ഒരു വക്കീലിനെ വെച്ചിരിക്കണ്. അത് കെ പി രാജഗോപാലൻ വക്കീലാണ്. ഇന്നലെ വക്കാലത്ത് കൊടുത്തതാണ്. ഞങ്ങൾ സുപ്രീം കോടതി വക്കീലാണ്. നീതി കിട്ടണ ശിക്ഷ കിട്ടി അവർ കറക്റ്റ് ചെയ്യണം. ഇവർക്ക് ആകെപ്പാടുള്ളത് ഒരൊറ്റ മോനാണുള്ളത്. ഇവർ രണ്ടാളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വരുമാനമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ഇവർക്ക് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വന്നപ്പോൾ സാറ് പറഞ്ഞു എന്താ വേണ്ടി നമുക്ക് ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഒരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം എല്ലാവരും ഓരോ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. ഇവരെന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയാണ് നമ്മളെ മനസ്സിനുള്ളിൽ. ഇപ്പോൾ എല്ലാവർക്കും ഒരൊറ്റക്കിട്ട് പോകാൻ ആർക്കും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കണം. നമ്മളെ ഒരിക്കലും പുറത്തിറക്കാൻ പാടില്ല. വീട്ടിൽ നല്ല ഇതിൽ ഓരോ ശിക്ഷ അനുഭവിക്കണം. ഇവിടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇനി ഇങ്ങനത്തെ ഒരു കുറ്റം അവർക്ക് വേറെ അച്ഛനമ്മയ്ക്കും വരാൻ പാടില്ല. എന്താ ഇതെനിക്കിങ്ങനെ വാക്ക് കിട്ടുന്നില്ല അങ്ങനെ പറയാൻ വേണ്ടി. ഇത്ര പറഞ്ഞ് ഇങ്ങനെ കുട്ടികൾ ഇവരെന്നെ പറഞ്ഞു തരും എന്താ വേണ്ടതെന്നുള്ളത്. അവളെ പുറത്ത് വിടരുത്, നീതി കിട്ടരുത്. അവളെ ജീവപര്യന്തം തടവിലിടണം. അവളെ പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. അവൾ പിടിച്ചിട്ട് ഞങ്ങളെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരിച്ച് ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ഏതായാലും പോയത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല ഞങ്ങൾക്കറിയാം. പക്ഷെ അവളും കൂടെ ഒന്ന് വേദന അനുഭവിക്കേണ്ടിയിരുന്നു. അത് വേണ്ടിയിരുന്നു. അതിനുള്ള വഴി നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ പറ്റിയെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അവൾക്ക് എന്തായാലും ജയിലിൽ പെട്ടാലും ഞങ്ങൾ പുറത്തേക്ക് അവളെ വിടരുത്. കാരണം ഇനിയും പാവം പിടിച്ച പുരുഷന്മാർ ഇനിയും കുട്ടികളും ഇനിയും ഉണ്ടാവും. ഇതേമാതിരത്തെ സ്ത്രീകളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേമാതിരി അച്ഛനും അമ്മമാരും കുടുങ്ങിപ്പോവും. അതുകൊണ്ട് അവൾക്ക് ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവരുത്. ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ലോകത്തുണ്ടാവരുത്. നമ്മളും സ്ത്രീകൾ തന്നെയാണ്, പക്ഷേ ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളെ കൊണ്ടുവന്ന അത്രയും നന്ദി. ഞങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് കാണ്ടിയിരുന്നു. ഞങ്ങൾ മൊബൈലിൽ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു ഇതുണ്ടായിരുന്നു. അവൾക്ക് അച്ഛനും അമ്മനെയൊന്ന് കാണിച്ച് ഞങ്ങളെ കുടുംബത്തിനൊന്നും കാണണ്ട. അവൾക്ക് ഇങ്ങനെ കുടുംബം എന്ന് അവൾക്ക് അറിയണ്ടേ, അച്ഛനും അമ്മയും. അവൾ അങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം. നീതി കിട്ടുന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിടിച്ചു എന്നല്ല പറയണത്. ഇനിയിപ്പോൾ അവരെന്താ ഇതാക്കുന്നത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ജാമ്യത്തിൽ വിട്ടാൽ പോയില്ലേ, ജാമ്യത്തിൽ അവരെ വിടാൻ പാടില്ല. കുറെ ആളുകൾ ഉണ്ടാവില്ല, ജാമ്യത്തിൽ വിടാൻ പാടില്ല. ജാമ്യത്തിൽ വിട്ടാലാണ് പിന്നെ പിടിച്ചെന്ന് പറഞ്ഞ് നാളെ പറയണം അവളെ ജാമ്യത്തിൽ വിട്ടു തന്നെ പോയില്ലേ, പിന്നെ അതിലെ വകുപ്പും മറ്റതൊക്കെ പോയി. ഈ ഇതിൽ തന്നെ ഓള് കഠിന ശിക്ഷ കൊടുത്തിട്ട് ഓളെ ലോകപ്പിലാക്കണം. ഓളെ ഒരിക്കലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല.